വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പലർ ചേർന്നാണ് ഈ ബ്ലെസ്സിങ് ടുഡേ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവർ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ജോസ് വർഗീസിനും ബിസി ജോസിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൾക്ക് അതുപോലെ മകന് രണ്ടുപേരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, നല്ല ഭാവി കൊടുക്കണമേ. ഈ കുടുംബത്തെ മുഴുവൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലീബ ജോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ വിവാഹം നടക്കുവാൻ. അതുപോലെ സഹോദരൻ ലിബിന് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി വിദേശത്ത് ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. അതുപോലെ വയനാട്ടിൽ നിന്നുള്ള ഒരു വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളിൽ നിന്നും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവൻ കർത്താവെ, കുടുംബത്തിലെ ഓരോരുത്തരെയും ദൈവിക അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ. കൊല്ലത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുബായിൽ നല്ലൊരു ജോലി ലഭിക്കാൻ സഹായിക്കണമേ, സ്വന്തമായ ഭവനം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കൊല്ലത്ത് നിന്നുള്ള മറ്റൊരു വെൽവിഷറായ സഹോദരിക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ സഹോദരിയുടെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത മോനെ അനുഗ്രഹിക്കണമേ, സ്വന്തം ഭവനം നൽകണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബീന പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം ഒരു പൈതലിനെ അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. മാത്രമല്ല സ്വന്തമായ ഒരു ഭവനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷറായ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് നല്ല ആരോഗ്യം കൊടുക്കണമേ, നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തങ്കമ്മ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലിനെ ബാധിച്ചിരിക്കുന്ന സകല വേദനയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ. എല്ലാ രോഗങ്ങളും ഈ സഹോദരിയിൽ നിന്നും മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾക്ക് നല്ലൊരു ഭാവി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. PGക്ക് അഡ്മിഷൻ ലഭിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മുംബൈയിൽ നിന്നുള്ള സുനു രാജൻ തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായ മോചനം കൊടുക്കണമേ. മാത്രമല്ല യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജൂലൈ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കുന്നമ്മൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ജൂലൈ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, സുൽത്താൻ ബത്തേരി. ഞാൻ കാണുന്നുണ്ട്. Rexha
ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ. എത്ര പേർ പറയും നീയാണ് എൻ്റെ ഡോക്ടർ, ഫാമിലി ഡോക്ടർ. മറ്റാരെയും ഞാൻ കാണുന്നില്ല. കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് എൻ രക്ഷക, എൻ രക്ഷക, I'm going to give you number 4, Ephesians chapter number 6. അതിലെ നാലാമത്തെ ശക്തിമാന്മാരാകുന്ന നാലാമത്തെ കാര്യം നൽകുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം verse number 10 and 11. അതിന്റെ 6-ന്റെ 10-11 വചനങ്ങൾ. Finally be strong in the Lord and his mighty power. Put on the full armor of God so that you can take your stand against the devil's schemes. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവീൻ. So there are two things given here. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. Number 4. നാലാമത്തെ കാര്യം എഴുതുക. Strength comes from the indwelling Holy Spirit. ശക്തി വരുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നതിലൂടെയാണ്. We should allow the Holy Spirit to dwell in us. നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുവാനായിട്ട് അവനെ നാം അനുവദിക്കണം. Hallelujah. Hallelujah. The same way we give room for the word of God, we should give room for the Holy Spirit. ദൈവത്തിന്റെ വചനത്തിന് നമ്മിൽ വാസം ചെയ്യാൻ ഒരു സ്ഥലം എങ്ങനെ ഒരുക്കി കൊടുത്തുവോ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വാസം ചെയ്യാനും നാം ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണം. Are you listening to me? നിങ്ങൾ എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? Are you listening to me? എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? What do you mean by giving room? What do you mean by giving accommodation? പരിശുദ്ധാത്മാവിന് ദൈവവചനത്തിന് സ്ഥലം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ റൂം ഒരുക്കി കൊടുക്കുക എന്തുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കിയിരിക്കുന്നത്? Look at me. ദയവായി ശ്രദ്ധിച്ചാലും Give more importance to the Holy Spirit in your life. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് അർത്ഥം. Hallelujah. Hallelujah. When we give importance to the Holy Spirit, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ in every way, in every step, we will have his consultation. ഓരോ ചുവടിലും ഓരോ നിമിഷത്തിലും നമുക്ക് അവന്റെ ഉപദേശം തേടുവാനായി സാധിക്കും. We will ask, oh, Holy Spirit, is this your will? Should I go? Should I turn this direction or this direction? ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവനോട് ചോദിക്കാൻ സാധിക്കും, പരിശുദ്ധാത്മാവേ, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാണോ? ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പോകണമോ പോകാതിരിക്കണമോ? നീ എനിക്ക് അതിനുവേണ്ടി വഴി തുറക്കണമേ എന്ന് അവനോട് നമുക്ക് ഓരോ നിമിഷം ആവശ്യപ്പെടാൻ സാധിക്കും. That is number 4. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നാലാമത്തെ കാര്യം. Number 5 is also given in verse number 11.
Ephesians 6, put on the full armor of God. അടുത്തത് അഞ്ചാമത്തെ കാര്യം അതിൻ്റെ എഫേസ്യർ 6:11 വചനത്തിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേൻ. Everybody say the full armor of God. എല്ലാവരും ഉറക്കെ പറയാമോ? സർവായുധവർഗം. പറഞ്ഞേ One more time, ഒരിക്കൽ please. കൂടെ ഉറക്കെ, സർവായുധവർഗം. Hallelujah. ഹല്ലേലൂയ. And the list of the full armor of God is given in the following verses. അടുത്ത വചനങ്ങളിൽ എന്തൊക്കെയാണ് ഈ സർവായുധ വർഗം എന്നതിന്റെ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. As we don't have time, I'm not getting into the details. അതിന് സമയമില്ലാത്തതുകൊണ്ട് ആ ഡീറ്റെയിൽസിലോട്ട് ഒന്നും ഞാൻ പോകുന്നില്ല. But in your personal time with the Lord, എന്നാൽ ദൈവത്തോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായി സമയം വേർതിരിക്കുന്ന സമയത്ത് you can study that. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി പഠിക്കണം. And one by one, you can wear the full armor of God. അങ്ങനെ ഒരു പടയാളി അണിയുന്നത് പോലെ ഈ ആയുധ വർഗങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ധരിക്കണം. You can wear the belt of truth. ആ സത്യത്തിന്റെ അരക്കച്ച ബെൽറ്റ് നിങ്ങൾക്ക് കെട്ടാൻ സാധിക്കും. You can wear the breastplate of righteousness. അപ്പോൾ തന്നെ മാറിൽ ദൈവത്തിന്റെ നീതിയുടെ ഫലകം നിങ്ങൾക്ക് ധരിക്കുവാൻ സാധിക്കും. You can wear the helmet of salvation. രക്ഷയുടെ ശിരസ്ത്രം ഹെൽമെറ്റ് നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കും. And you can wear the gospel shoes. അപ്പോൾ തന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരിപ്പാണിയാൻ And you can സാധിക്കും. take the double-edged sword, the word of God. ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാള് നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ So സാധിക്കും. when you have all the full armor of ഇത്തരം God, ഒരു പടയാളിയുടെ സർവ്വ ആയുധ വർഗങ്ങളും നിങ്ങൾ ധരിച്ചു you are കഴിയുമ്പോൾ very strong. നിങ്ങൾ വളരെ If ശക്തിമാന്മാരായിരിക്കും. something is attacking ഇനി you, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ, you have the sword with you. കാരണം നിങ്ങളുടെ കയ്യിൽ വാളുണ്ട്, You can attack and conquer anything. നിങ്ങൾക്ക് ഏതിനെയും ആക്രമിക്കാനും വിജയം നേടിയെടുക്കാനും സാധിക്കും. Hallelujah. ഹല്ലേലൂയ. So these are not just simply descriptions. These you can do practically in your day-to-day existence. ഓർക്കുക, ഇതൊക്കെ വെറുതെ വർണ്ണനകൾ മാത്രമല്ല, മറിച്ച് ഈ സർവായുധ വർഗം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ഏറ്റെടുത്ത് പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണ്. In two ways, you can be a Christian. രണ്ട് വിധത്തിൽ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായി മാറാൻ സാധിക്കും. One is through tradition. You are born in a Christian family. By tradition, by birth, you are a Christian. ഒന്ന്, പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു, ക്രിസ്തീയ മാതാപിതാക്കളുണ്ട്, അതുകൊണ്ട് ജനനത്തോടെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു ക്രിസ്ത്യാനിയായി പാരമ്പര്യ രീതിയിൽ മാറാൻ സാധിച്ചെന്നിരിക്കും. When you fill up an application form, നിങ്ങളൊരു ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്യുമ്പോൾ religion, അവിടെ മതം, you'll wear your spectacles and write Christian. നിങ്ങളുടെ കണ്ണട നേരെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ അവിടെ എഴുതും ക്രിസ്ത്യൻ. That's my religion. കാരണം അതെന്റെ മതമാണ്. But do you know something? Jesus never came to establish a religion. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യേശു ക്രിസ്തു ഒരിക്കലും ഒരു മതവും സ്ഥാപിക്കാൻ വന്നിട്ടില്ല. There is another way of becoming a Christian. Christian means a follower of Christ. ഓർക്കുക, മറ്റൊരു ക്രിസ്ത്യാനിയാകുവാനുള്ള മറ്റൊരു മാർഗം എന്നുള്ളത്, ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം. Deliberately, you can accept Christ as your Lord and your Savior and your Master. With consciousness, you can follow Christ. രണ്ടാമത്തെ മാർഗം എന്നുള്ളത്, നിങ്ങൾ വ്യക്തിപരമായി മനഃപൂർവമായി തന്നെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും ദൈവവും ഗുരുവുമായി അംഗീകരിച്ച് അവന്റെ വഴികളിലൂടെ അവനെ തന്നെ പിൻപറ്റുമെന്ന് തീരുമാനമെടുത്ത് മനഃപൂർവമായി അവന്റെ പുറകെ പോകുന്നതാണ് ക്രിസ്ത്യാനി. I will tell my experience. ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കാം. In my life, the first 16 years, I was a traditional Christian. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 16 വയസ്സ് വരെ ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നു. By name, I was a Christian. പേരുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു. But there was no spiritual life in me. എന്നാൽ എന്നിൽ ക്രിസ്തീയതയുടെ ആത്മീകമായ ജീവൻ എന്നിലായിരുന്നു. I never had a life personal connection with Christ. യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിലായിരുന്നു. But one day the Holy Spirit came into my spirit. എന്നാൽ ഒരു ദിവസം എൻ്റെ അകത്തുള്ള ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. And we became one. അങ്ങനെ ഞാനും പരിശുദ്ധാത്മാവ് ഒന്നായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. And from that time, I'm not a traditional
nominal Christian, I am a practical Christian. ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്ന നിമിഷം മുതൽ ഞാനൊരു പാരമ്പര്യ ക്രിസ്തുവിന്റെ അനുയായിയല്ല, മറിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു അനുയായിയായി മാറി. Not by name, but Christ is today living in me. ഇന്ന് പേരിലല്ല, മറിച്ച് യേശു ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയായി മാറി. That is a marvelous experience. അതൊരു വളരെ മഹത്വകരമായ ഒരു അനുഭവം തന്നെയല്ലേ. That starts with a decision. ഓർക്കുക, അത് തുടങ്ങുന്നത് ഒരു തീരുമാനത്തിൽ നിന്നാണ്. ഹലോ. That starts with a decision. അത് തുടങ്ങുന്നത് ഒരു തീരുമാനത്തിൽ നിന്നാണ്. What decision? ഏത് തീരുമാനമാണത്? A strong decision to follow Christ. യേശു ക്രിസ്തുവിനെ അനുഗമിക്കും എന്നുള്ള ഹൃദയത്തിലെ ശക്തമായ തീരുമാനത്തിൽ നിന്ന്. Hallelujah. ഹല്ലേലൂയ. When we take that decision, നാം ആ തീരുമാനം എടുക്കുമ്പോൾ the Holy Spirit comes. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരും. At the wink of an eye, the Holy Spirit will enter your spirit. ഓർക്കുക, തീരുമാനം എടുക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കും. And your life gets transformed. ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകും. All the boredom leaves you. അതുവരെയുള്ള എല്ലാ ബോറിംഗ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറിപ്പോകും. You become very enthusiastic to live for Jesus. യേശുവിന് വേണ്ടി ജീവിക്കുന്നതിൽ വളരെയധികം ആകാംക്ഷയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. Your prayers are answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. And you know that Jesus is living in you. എന്ന് മാത്രമല്ല, യേശു നിങ്ങളിൽ വസിക്കുന്നു എന്ന സത്യം ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പായി മനസ്സിലാക്കാൻ തുടങ്ങും. Let me ask you a question. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. How can you lead a strong life here on earth? ഇന്ന് ഈ ഭൂമിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശക്തിമത്തായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? Boliye. Number 1. പറയൂ. What is number 1? ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? What is number 1? എന്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? പറയൂ. No. The Heavenly Father. What is number 2? പിതാവിനെ അറിയുക. 2. രണ്ടാമത്തേത് എന്തായിരുന്നു? No Jesus. യേശുവിനെ അറിയുക. Number 3. മൂന്നാമത്തേത് എന്തായിരുന്നു? Allow the word of God to dwell in us. നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ ദൈവവചനത്തെ അനുവദിക്കുക. What is number 4? നാലാമത്തെ എന്തായിരുന്നു? What is number 4? I can't hear. Allow the Holy Spirit. Allow the Holy Spirit to dwell in us. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് അനുവദിക്കുക. Number 5. അഞ്ചാമത്തെ എന്തായിരുന്നു? Put on the full armor of God. ദൈവത്തിന്റെ സർവായുധ വർഗത്തെ ധരിക്കുക. If the Lord sends me again to Baroda, ബറോഡയിലേക്ക് ദൈവം ഇനി വീണ്ടും എന്നെ എന്തെങ്കിലും അയച്ചാൽ, and if you are coming to that blessing festival, ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്ന് നിങ്ങൾ വരുമ്പോൾ I will ask these questions. ഈ ചോദ്യം ഞാൻ അന്ന് നിങ്ങളോട് ചോദിക്കും. And I will put a test paper. എന്നിട്ട് അന്ന് ഞാനൊരു ടെസ്റ്റ് പേപ്പറും കൂടെ ഇടും. Marks out of 50. 50-50 അന്ന് മാർക്ക് Oh, ഇടാം. some of you are already tensed. No, I cancel the test paper. ഇപ്പൊ തന്നെ പലരും ആകെ പേടിച്ച് വിറച്ചു. എത്ര ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടാ ബ്രദറെ ഇവിടം വരെ എത്തിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്തു. Hallelujah. ഹല്ലേലൂയ. Hallelujah. Now we are going to pray. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ Let us പോകുകയാണ്. stand. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നാലും, Let us stand wherever we are. എവിടെയാണോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാലും. Hallelujah. ഹല്ലേലൂയ. Now open your eyes and look at me. കണ്ണുകൾ തുറന്ന് ഒരു നിമിഷം ബ്രദർ ഡാമിനെ നോക്കാമോ? I'm asking you a question. It's a very bold question. I want to get bold answers. How many of you are ready to receive this invitation tonight? Lift your right hand. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് വളരെ ശക്തിമത്തായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരവും ശക്തിയോടെ ആയിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഇന്ന് ആ രണ്ടാമത്തെ വിധത്തിൽ യേശുവിൻ്റെ ക്ഷണം കേട്ട് അവനെ അനുഗമിക്കാനായി തീരുമാനിക്കുന്നുണ്ട്? അവരുടെ കൈകൾ, വലത്തെ കൈ ശക്തിയോടെ ഉയർത്തിപ്പിടിച്ചാൽ, Lift your hand as high as possible. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഉയർത്തി ആ കൈകൾ ഉയർത്തി പിടിച്ചാലും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Show your hand to the Father. സ്വർഗീയ പിതാവിനെ ആ കൈകളൊന്ന് കാണിച്ചേ. Hallelujah. ഹല്ലേലൂയ. ഉറക്കെ പ്രാർത്ഥിച്ചാലും, യേശുവേ, എൻ്റെ ജീവിതത്തിൽ
പിതാവിനെയും പുത്രനായ അങ്ങയെയും അറിയുമെന്ന് ഞാനിപ്പോൾ അങ്ങേക്ക് വാഗ്ദാനം നൽകുന്നു. ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എൻ്റെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാനിതാ നൽകുന്നു. ഉറക്കെ പറഞ്ഞാൽ, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്. യേശു എൻ്റെ ദൈവമാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജൂലൈ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കുന്നമ്മൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ജൂലൈ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, സുൽത്താൻ ബത്തേരി. കർത്താവെ, ആസ്മ രോഗം ബാധിച്ച വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആസ്മ വളരെ വർദ്ധിക്കുന്ന നിമിത്തം ചില സമയത്ത് ഉറങ്ങാൻ കഴിയാതെയും വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നവർ, ഇൻഹേലർ എടുക്കുന്നവർ, ഒത്തിരി ടാബ്ലറ്റുകൾ കഴിക്കുന്നവർ, വിവിധ മരുന്നുകൾ മാറി മാറി കഴിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. രമേശ് എന്ന പേരുള്ളൊരു സഹോദരൻ ആസ്മ രോഗത്തിൽ നിന്ന് ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ആരൊക്കെയാണോ അവർക്കെല്ലാം വിശ്വസിച്ച് ഇപ്പോൾ സ്വീകരിക്കാം. താങ്ക് യു ലോർഡ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകളെ കോർത്ത് പിടിച്ച് ഒരുമിച്ച് വിശ്വസിക്കുക. 2 സ്ഥലത്താണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ശൂന്യത അനുഭവിക്കുന്ന ദമ്പതികളിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ കർത്താവെ നീ ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ TB, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം ബാധിച്ച ചില വ്യക്തികൾ പൂർണ്ണമായ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അൾസറുകൾ സൗഖ്യമാകട്ടെ. ഫിസ്റ്റുല യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സ്റ്റിഫായിരിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. മാത്രമല്ല കാൽമുട്ടിൻ്റെ ആ ഭാഗത്ത് എന്തൊക്കെയോ ചുറ്റി ഒക്കെ നടക്കുന്ന വ്യക്തികൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. നെക്കിൽ കോളർ ധരിക്കുന്ന ചില വ്യക്തികൾ കഴുത്തിൻ്റെ തേയ്മാനമോ സ്പോണ്ടിലൈറ്റിസോ ഒക്കെ നിമിത്തം അങ്ങനെയുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഏത് രീതിയിലുള്ളതായാലും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കിഡ്നികളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, 2 കിഡ്നികളും പ്രവർത്തിക്കാത്തതോ, കിഡ്നികളിൽ സ്റ്റോണോ സിസ്റ്റുകളോ പഴുപ്പോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. നിരാശകൾ മാറ്റണമേ. വിഷയങ്ങൾക്ക് വിടുതൽ കൊടുക്കണമേ. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ ഏത് ആവശ്യത്തിലും കർത്താവ് നീ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ലോർഡ്. ദൈവരങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാതിരിക്കരുത്. മലപ്പുറത്ത് ഈ വെള്ളിയാഴ്ച ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. ശനിയാഴ്ച സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്നു. ഇതിൽ 2ലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് വരിക. ദൂരെയാണെങ്കിൽ പോലും ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. ഒരു ദിവസം ലീവ് എടുക്കുക. ഏതെങ്കിലും തരത്തിൽ വരിക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. അതുകൊണ്ട് ഈ വെള്ളി ശനി ദിവസങ്ങളിൽ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു.
മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കും. ആശിഷുമാരി അനേകരുടെ ജീവിതത്തെ സ്പർശിച്ച് ലൈഫിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി രചിക്കപ്പെട്ട വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. മറ്റ് പല പുസ്തകങ്ങളും DVD-കളും MP3 ഫോമാറ്റിലുള്ള CD-കളെല്ലാം ലഭ്യമാണ്. അതുകൊണ്ട് സ്ക്രീനിലെ നമ്പറിൽ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്കതിലൂടെ എല്ലാം ഓൺലൈനായി തപാൽ മാർഗം നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.